മറ്റൊരു ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ പെരുന്നാൾ അവധിയിൽ രാഷ്ട്രീയ വിവാദം തുടരുകയാണ്. വിവാദം രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചു. എല്ലാറ്റിലും വർഗീയത കലക്കാനാണ് ശ്രമം നടക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും M സ്വരാജും പ്രതികരിച്ചു. സംസ്ഥാന സർക്കാർ മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ആരോപിച്ചു. ഇടതുപക്ഷത്തിന്റെ ന്യൂനപക്ഷ വിരുദ്ധതയാണ് പ്രകടമായതെന്ന് PV അൻവറും കുറ്റപ്പെടുത്തി. പത്രങ്ങളിലുണ്ടായിരുന്നത് 6-ാം തീയതി 5-6 അത് പെട്ടെന്ന് മാറിയപ്പോൾ വന്ന ഒരു ആലോചനയ്ക്ക് വന്ന ഒരു സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ പുറത്ത് കയറുന്ന നിർത്താടേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുകയാണ്. എന്ത് ചെറിയ കാര്യം കിട്ടിയാലും രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടിയാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്തം വിട്ട പ്രതി എന്തും ചെയ്യുന്ന മട്ടിൽ എന്തിനേയും രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാ ഈ ഉത്തരവ് ഇറക്കിയത്? ആരാണ് ഈ ഉത്തരവ് ഇറക്കാൻ ഗവൺമെൻറ്റിനെ നിർബന്ധിച്ചത്? അപ്പോൾ സർക്കാരിനകത്ത് മുസ്ലിം സമുദായത്തോട് പ്രതികാരം ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. നല്ല വാക്ക്, ചക്കര പുരട്ടിയ മധുരം പുരട്ടിയ വാക്കുകൾ പുറത്തു പറയുന്ന മുഖ്യമന്ത്രിയും പാർട്ടിയും കിട്ടുന്ന എല്ലാ നിമിഷങ്ങളിലും മുസ്ലിം സമുദായത്തെ ഉപദ്രവിക്കുകയാണ്. BJPയേക്കാൾ ഉപരിയായി വർഗീയത കൊണ്ടു നടക്കുകയും സംഘപരിവാറിനെ പ്രീണിപ്പിച്ച് തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന CPM നേതാക്കന്മാരുടെ അവസ്ഥയും നിലപാടുകളും മനസ്സിലാക്കി കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷം തെരഞ്ഞെടുപ്പുകളിൽ CPMനെ കൈയൊഴിയുന്നു. അതുകൊണ്ട് അവരോട് പ്രതികാരം ചെയ്യാം. മുബഷീർ P. അക്ബർ നൽകും വിശദാംശങ്ങൾ. മുബഷീർ, ലീഗിന്റെ മുതിർന്ന നേതാവ് തന്നെ പറയുന്നത് മുസ്ലിം സമുദായത്തെ സർക്കാർ ഉപദ്രവിക്കുകയാണെന്നാണ്. അപ്പോൾ ഇത്തരം ഒരു ചർച്ചയിലേക്ക് ഇത് വഴിമാറിയിരിക്കുന്നു. ഇതിപ്പോൾ തിരിച്ചടിയാകുമോ LDFനെന്ന ഭയം LDFനെ സംബന്ധിച്ചുണ്ടോ? അവരെങ്ങനെയാണ് ഈ ചർച്ചയെ കൈകാര്യം ചെയ്യുന്നത്? ഇതിപ്പോൾ ഈ അവധിയുമായി ബന്ധപ്പെട്ട് അതെങ്ങനെയാണ് ഇത്തരം ഒരു വലിയ ചർച്ചയിലേക്കും വിവാദത്തിലേക്കും എത്തിയത്? മുബഷീർ, സാധാരണഗതിയിൽ ഇത്തരം തീയതി മാറ്റങ്ങളൊന്നും തന്നെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാറില്ല, അതൊരു വിവാദമായി മാറാറില്ല, നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ബക്രീദ് അവധിയുമായി ബന്ധപ്പെട്ടൊരു തീയതി മാറ്റം, അവധി പ്രഖ്യാപിക്കാതെ ഇരുന്നൊരു സാഹചര്യം ഉൾപ്പെടെ ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ബക്രീദുമായി ബന്ധപ്പെട്ട് നേരത്തെ കലണ്ടറിലുണ്ടായിരുന്ന അവധി മാറ്റിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഇറക്കിയ ഉത്തരവാണ് വിവാദത്തിന് കാരണമായത്. ആ ഒരു ഉത്തരവിന് തൊട്ടു പിന്നാലെ മുസ്ലിം സമുദായ സംഘടനകളുടെ എതിർപ്പുണ്ടായിരുന്നു. EK, AP, മുജാഹിദ്, വിസ്റ്റം ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ഇതിനെതിരെ എതിർപ്പ് അറിയിച്ചിരുന്നു. സ്വാഭാവികമായിട്ടൊരു അവധിയൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് പലയിടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ വീട്ടിലേക്കൊക്കെ തന്നെ എത്തിച്ചേരുന്നതിന് വേണ്ടി നേരത്തെ സമയം ക്രമീകരിച്ചുകൊണ്ട് യാത്ര ചെയ്തു വരുന്നത്. സ്വാഭാവികമായിട്ടൊരു അവധി മാറ്റിയുള്ളൊരു ഉത്തരവ് അവർക്ക് തിരിച്ചടിയാകും, യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അത് ബക്രീദ് ആഘോഷിക്കുന്നതിനുൾപ്പെടെ തിരിച്ചടിയാകും എന്നുള്ളത് നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെ വലിയ ഒരു ചർച്ചാ വിഷയമായി ഉയർന്നതിന് പിന്നാലെയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ വിദ്യാലയങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുന്നത്. ഇക്കാര്യത്തിലാണ് സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തിനുവേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു ഉത്തരവ് ഇറക്കിയത് എന്നുള്ളതാണ് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PMA സലാം ചോദിക്കുന്നത്. നേരത്തെയും സമാനമായ രീതിയിലുള്ള ഉത്തരവുകൾ ഇറക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് U-ടേൺ അടിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരുടെയൊക്കെ തന്നെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കേണ്ടി വന്നു. ഇന്നിപ്പോൾ വിദ്യാലയങ്ങളിലൊക്കെ തന്നെ അവധി പ്രഖ്യാപിച്ചില്ലായിരുന്നെങ്കിൽ ആ ഒരു മേഖലകളിൽ നിന്നുൾപ്പെടെ വലിയ പ്രതിഷേധം ഉണ്ടായേനെ. അതൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അതിലൊരു തിരുത്തൽ വരുത്തിയത്. പക്ഷേ ആ ഒരു ഉത്തരവ് പിൻവലിക്കണമെന്നുള്ളതാണ് ലീഗ് ആവശ്യപ്പെട്ടത്. അത് സ്വീകരിക്കാത്ത പക്ഷം വലിയ പ്രക്ഷോഭം, വലിയ പ്രതിഷേധം ഈ ഒരു വിഷയത്തിൽ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൽ മുസ്ലിം സമുദായത്തെ ദ്രോഹിക്കുന്നതിന് വേണ്ടി, ഉപദ്രവിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടെന്ന അതിഗുരുതരമായിട്ടുള്ള ആരോപണത്തിലേക്ക് മുസ്ലിം ലീഗ് ഒരു വിഷയം മാറ്റുന്നു എന്നുള്ളതാണ്. ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ നേരത്തെ മലപ്പുറം പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയം, മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവന ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് UDFിലെ കോൺഗ്രസിലെയും ലീഗിലെയും നേതാക്കൾ ഒരുപോലെ പറഞ്ഞതായിരുന്നു. അതിനിടയിൽ യാദൃശ്ചികമായി ഉണ്ടായ ഒരു വിഷയം എന്ന നിലയിൽ അതും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇക്കാര്യത്തിൽ ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കുന്ന കക്ഷികൾക്കെതിരെ അതിന് മറുവാദം സർക്കാർ പ്രതിനിധികളായിട്ടുള്ള മന്ത്രിമാരൊക്കെ തന്നെ പറയുന്നത് വർഗീയ മുതലെടുപ്പ് നടത്താനാണ് ഇവരൊക്കെ തന്നെ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി പറയുന്നത് അവധി പ്രഖ്യാപിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഒരു ബുദ്ധിമുട്ടുമില്ല, നേരത്തെ തന്നെ തീരുമാനിച്ച അവധിയാണ്
അവധിയായിരുന്നു. കലണ്ടർ പ്രകാരം വലിയ പെരുന്നാൾ, ബക്രീദ് എന്ന് പറയുന്ന വലിയ പെരുന്നാൾ ഈ പറയപ്പെടുന്ന തീയതികളിൽ ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് തീയതി മാറിയപ്പോൾ ഉണ്ടായ ഒരു കൺഫ്യൂഷൻ മാത്രമാണ്, അല്ലാതെ അത് മാറ്റിവെച്ചതല്ല, നേരത്തെ തീരുമാനിച്ചതല്ല, ആരും പറഞ്ഞതനുസരിച്ച് മാറ്റിയതല്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ മതത്തിന്റെ ലേബലിലേക്ക് മാറ്റിക്കൊണ്ട് വർഗീയ മുതലെടുപ്പിന് ശ്രമിക്കരുതെന്നും മന്ത്രി പറയുന്നുണ്ട്. നിശിതമായ വിമർശനം ഇക്കാര്യത്തിൽ CPM-ന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്ററും പറയുന്നുണ്ട് എന്നുള്ളതാണ്. നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജും ആ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. കേരളത്തിന്റെ പൊതു സ്വഭാവത്തിനെതിരാണ് ഇത്തരം ചർച്ചകൾ. അത്തരം ഒരു പ്രതികരണത്തിലേക്ക് വന്നാൽ ശക്തമായി തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ പറയുന്നുണ്ടായിരുന്നു. അതായത് വർഗീയ വിഷം കലർത്തുകയാണ്, എല്ലാറ്റിലും വർഗീയത കലർത്തുകയാണ്, കലണ്ടർ അനുസരിച്ചാണ് അവധി നൽകിയത് എന്നടക്കം പറയുന്നുണ്ടായിരുന്നു. ഒരു മാധ്യമപ്രവർത്തകൻ UDF-നെ ഭയന്നുകൊണ്ടാണോ ഇത്തരത്തിൽ പെട്ടെന്ന് ഇന്ന് അവധി നൽകിയതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ആരെ ഭയപ്പെടാനാണ് എന്നുള്ളതാണ്, അല്ലേ? തീർച്ചയായും അത്തരം ചോദ്യങ്ങൾ തന്നെയാണ് MV ഗോവിന്ദൻ മാസ്റ്ററും V ശിവൻകുട്ടിയും M സ്വരാജൊക്കെ തന്നെ ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സംബന്ധിച്ച് അത്തരമൊരു ഭയപ്പാടുമില്ല. ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ കൃത്യമായ നിലപാട്, കൃത്യമായ തീരുമാനം എല്ലാ കാലത്തും സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ പെരുന്നാളിന്റെ തീയതി മാറിയതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കൺഫ്യൂഷൻ മാത്രമാണ്. അതിലൊരു വർഗീയ മുതലെടുപ്പിന്റെ സാധ്യത തന്നെ നിലനിൽക്കുന്നില്ല. അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് നേതാക്കൾ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. പക്ഷേ മറുഭാഗത്തെ സമുദായ സംഘടനാ നേതാക്കളുടെയൊക്കെ തന്നെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ടുള്ളൊരു നിലപാടിലേക്ക് മുസ്ലിം ലീഗ് മാറുന്നു എന്നുള്ളത്. PK കുഞ്ഞാലിക്കുട്ടി ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് തീയതി മാറ്റവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ആ ഒരു ഉത്തരവ് അത് ഒരു വൈരുദ്ധ്യമുണ്ടാക്കി എന്നുള്ളതാണ്. അതൊരു വീഴ്ച പരിശോധിക്കണം എന്നുള്ളത് കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്. സർക്കാരിനെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. ഇതിൽ വർഗീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നു എന്ന മന്ത്രിമാരുടെ പ്രതികരണത്തിൽ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് അങ്ങനെ വർഗീയതയിലേക്കൊന്നും തന്നെ ഇത് വലിച്ചിഴച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഈ ഒരു തീയതികളൊക്കെ തന്നെ ആശ്രയിച്ചുകൊണ്ട്, അവധി ആശ്രയിച്ചുകൊണ്ട് നിരവധി ആളുകൾ പലയിടത്തു നിന്നായി കുടുംബത്തിലേക്ക്, വീടുകളിലേക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ക്രമീകരിക്കും. അവർക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് ഈ ഒരു ഉത്തരവുണ്ടാക്കി എന്നുള്ളതാണ് പറയുന്നത്. അത് മാത്രമാണ് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാണിച്ചത്. അല്ലാതെ ഒരു തരത്തിലുള്ള മുതലെടുപ്പിനും ശ്രമിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും അത് ജനങ്ങൾ, ഈ ന്യൂനപക്ഷ സംഘടനയിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഉന്നയിച്ച അഭിപ്രായം തന്നെ ലീഗും പറഞ്ഞു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിക്കുന്നത്. ഒരു ഭാഗത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇതൊരു സജീവ പ്രചാരണ വിഷയമായി മാറുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞ പ്രസ്താവന അത് മലപ്പുറം വിരുദ്ധമാണെന്ന രീതിയിൽ മറുഭാഗത്ത് UDF പ്രചാരണം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. UDF കൺവെൻഷനിൽ KC വേണുഗോപാൽ തന്നെ മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അപമാനിച്ചു, മുഖ്യമന്ത്രി ജില്ലയോട് മറുപടി മാപ്പ് പറയണം, അല്ല ഇത് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും, LDF-ന് ഇത് തിരിച്ചടിയാകുമെന്ന് പറഞ്ഞിരുന്നു. സണ്ണി ജോസഫും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ സമാനമായിട്ടുള്ള നിലപാട് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം സലാമും അത് തന്നെയായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്. ലീഗിന്റെ നിലപാട് തന്നെയായിരുന്നു. മലപ്പുറം ജില്ലയെ തുടർച്ചയായി അപമാനിക്കാൻ CPM-ന്റെ നേതാക്കൾ ശ്രമിച്ചതാണ്.